ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിനോഷ് ജോൺ എരുമേലി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാപഞ്ചികമതും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെ എത്തുവാൻ പ്രാവുകൾ പോലെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. ഒടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. ഒടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലെ വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഈ അധ്യായം ആരംഭിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ചില ജീവിതങ്ങളെക്കുറിച്ച് ആരംഭിക്കുന്ന ഒരു അധ്യായമാണ്. എന്നാൽ ഈ അധ്യായം അവസാനിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ ആയിരുന്നവർ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ അവർ ഇരിക്കുന്നു. മാത്രമല്ല കർത്താവിനാൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നത് മാത്രമല്ല, ദൈവം വസിക്കുവാനുള്ള നിവാസമായി ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാണ് ഈ 2-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുന്നത്. യേശുക്രിസ്തു ഒരു മനുഷ്യനിൽ വന്നതിന് ശേഷമുള്ള ജീവിതം എങ്ങനെ എന്നത് നമുക്കിവിടെ ധ്യാനിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പും യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എപ്രകാരമാകുന്നുവെന്നതും നമുക്കിവിടെ നിന്നും പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് വളരെ അഭിമാനകരവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവദാസനായിരിക്കുന്ന പൗലോസ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ നിവാസമായി എന്നതാണ്. നാം ഓരോ പ്രിയപ്പെട്ടവരും, രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ നിവാസമായി ദൈവാത്മാവിനാൽ പണിതു വരുന്നു എന്നതാണ് നമുക്ക് സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുത. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം വസിക്കുവാനായിട്ട് മോശയോട് പറയുകയുണ്ടായി, നീ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം, ഞാൻ അതിൽ വസിക്കുമെന്ന് യഹോവയായിരിക്കും ദൈവം അരുളിച്ചെയ്തു. ദൈവം അവിടെ വസിച്ചു എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ശലോമോൻ്റെ കാലഘട്ടത്തിലും ദൈവം വസിക്കുവാനായിട്ട് ശലോമോൻ ഒരു ദേവാലയം പണിതു എന്നതും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൂടി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സൃഷ്ടികളാൽ നിർമ്മിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിലാണ്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ അത്യുന്നതനായിരിക്കുന്ന ദൈവം വസിക്കുന്നുവെന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ നിവാസമാണ് എന്ന് മനസ്സിലാക്കി വേണം നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് ദൈവദാസനായിരിക്കുന്ന പൗലോസ് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ അവബോധമെന്ന് പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിഞ്ഞ് ആ നിലയിൽ
അനുഗ്രഹിതമേറിയ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഞാനും നിങ്ങളും താല്പര്യപ്പെടണം. ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ കൂടി മറ്റുള്ളവർ അറിയുവാനും മറ്റുള്ളവർ കാണുവാനായിട്ട് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കേണ്ടതും തങ്ങളുടെ ജീവിതം ആ നിലയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കേണ്ടതും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പലപ്പോഴും ദൈവം എന്നിൽ വസിക്കുന്നു എന്നറിഞ്ഞിട്ടും അത് മറന്ന് ജീവിക്കുന്നവരായിട്ടാണ് നാം ഓരോ പ്രിയപ്പെട്ടവരും ഈ ലോകത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വില നാം മനസ്സിലാക്കുന്നില്ല. ലോകത്തോട് ഇടകലർന്ന് ലോകത്തിൻ്റെ എല്ലാ തെറ്റായിരിക്കുന്ന ചതിക്കുഴികൾ അകപ്പെട്ട് പാവഴികൾ കൂടി കടന്നുപോയി ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരനുഭവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എഫെസോസ് പട്ടണത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. ദുർമാർഗത്തിനും മ്ലേച്ഛതയ്ക്കും പേര് കേട്ട ഒരു സ്ഥലമാണ് എഫെസോസ് പട്ടണം. അവിടെ ജീവിക്കുന്ന വിശ്വാസിയോട് ദൈവദാസനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ പട്ടണത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയവനായിരിക്കുന്ന ദൈവം വസിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ ഈ ലോകത്തിൽ അവിടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കണമെന്ന് പൗലോസ് അവിടെ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വളരെ കർശനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദുർനടപ്പ്, അത്യാഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടാകരുത്. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത് എന്ന് എഫെസോസിലുള്ള വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവം എന്നിൽ വസിക്കുമ്പോൾ, ദൈവം എന്നോടുകൂടെ സദാകാലം ഉള്ള സമയങ്ങളിൽ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റായിരിക്കുന്ന പ്രവണതയിലേക്ക് പല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നുവെന്നത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. ഈ ലോകത്തിൽ ഒരു ദൈവത്തിൽ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എൻ്റെ കർത്താവ് എന്നിൽ വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ അവൻ വാസം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ദൈവത്തിന് സന്തോഷകരമായ, എൻ്റെ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ വില നാം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവകാശത്തിൻ്റെ മഹിമാധനം അവരറിഞ്ഞു ജീവിക്കുവാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മൾ ജീവിക്കുമ്പോൾ നാം എത്ര വിലയുള്ളവരാണ്, നാം എത്ര പ്രാധാന്യതയുള്ളവരാണ്, നാം എത്ര വിശേഷതയുള്ളവരാകുന്നു എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. കാരണം ഒരു കാലത്ത് നാം ദൈവമില്ലാത്തവരായിരുന്നു, നാം പ്രത്യാശയില്ലാത്തവരായിരുന്നു, നമുക്ക് ഒരു നിലയിലും വാഗ്ദത്ത നിയമങ്ങൾക്ക് നാം അന്യരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചതുകൊണ്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടായി, പിതാവായിരിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടായി എന്നത് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നാം ദൈവം വസിക്കുവാനായിട്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്നിൽ വസിക്കുവാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നത് നമ്മെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വസ്തുത നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർത്തിരിക്കുവാനും എപ്പോഴും അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയാകണം. ദൈവം എന്നിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്നിലുമുണ്ടായി അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള വലിയ ദൗത്യം വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നാം ഒരു നാളും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവം, ആകാശത്തെയും ഭൂമിയെയും സർവത്തെയും നിർമ്മിച്ചവനായ ദൈവം, അനാദിയായിരിക്കുന്ന ദൈവം, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായിരിക്കുന്ന മഹോന്നതനായിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന് വസിക്കുവാനായിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് അത് വളരെ അഭിമാനത്തോടുകൂടി നാം നോക്കിക്കണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവനിൽ വസിക്കുന്നുവെന്ന് മനസ്സിലാക്കി ദൈവത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി ദൈവം ആരാകുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ള മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി കർത്താവിനായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.